വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ഡിഐജിയുടെ ശുപാർശ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന കാട്ടാക്കട ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശുപാർശ. പ്രായപൂർത്തിയാകാത്തവരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ജാഗ്രത കാണിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം കാട്ടാക്കട യോഗീശ്വര ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു സംഭവം. ഓൺലൈൻ പഠനം നടത്തുകയായിരുന്ന +1 വിദ്യാർത്ഥികളായ ഹരികൃഷ്ണൻ, അസ്രുദ്ദീൻ, ദുർഗാദാസ്, അഭിനവ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് കാട്ടാക്കട സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരുടെ മർദ്ദനമേറ്റത്. കൊട്ടാരക്കര പൂയപ്പള്ളിയിൽ പ്രതിയുടെ മർദ്ദനത്തിൽ എസ്ഐക്ക് പരിക്കേറ്റു. സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ രാജേഷിനാണ് അപ്രതീക്ഷിതാക്രമണത്തിൽ പരിക്കേറ്റത്. ഹോട്ടൽ ആക്രമണ കേസിൽ പിടിയിലായ പള്ളിമൽ സ്വദേശിയായ ദീപുലാലാണ് എസ്ഐയെ ആക്രമിക്കുകയും മേശ ഉൾപ്പെടെയുള്ളവ തള്ളി തകർക്കുകയും ചെയ്തത്. പൂയപ്പള്ളി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ആക്രമിച്ചെന്ന പരാതിയെ തുടർന്നാണ് ദീപുലാലിനെ പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം പെരുമ്പഴുതൂരിൽ നിരവധി കേസുകളിലെ പ്രതികളായ 2 യുവാക്കൾ പിടിയിൽ. സംഘത്തിലെ മറ്റൊരാൾ പോലീസിനെ ആക്രമിച്ച് കടന്നു. പെരുമ്പഴുതൂർ സ്വദേശി ശോഭലാൽ, കീളിയോട് സ്വദേശി സുധി സുരേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 3 അംഗ സംഘം കഞ്ചാവ് ഉപയോഗിച്ച ശേഷം പെരുമ്പഴുതൂർ സ്കൂൾ വരാന്തയിൽ ഉറക്കത്തിലായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് വളഞ്ഞപ്പോഴാണ് ഇവരോടൊപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവാവ് ഓടി രക്ഷപ്പെട്ടത്. നെയ്യാറ്റിൻകരയിലെയും പെരുമ്പഴുതൂരിലും കടകളിൽ കയറി ആക്രമണം നടത്തിയതുൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതികളാണിവരെന്ന് പോലീസ് പറഞ്ഞു. ഉടുമ്പൻചോല വട്ടപ്പാറയിൽ ബൈക്കിൽ കടത്താൻ ശ്രമിച്ച ചാരായം പിടികൂടി. പ്രതിയുടെ പുരയിടത്തിൽ നടത്തിയ തെരച്ചിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ചാരായവും കണ്ടെത്തി. ബൈക്കിൽ 1 ലിറ്റർ ചാരായവുമായി വിൽപ്പന നടത്തുന്നതിനായി പോവുകയായിരുന്ന വട്ടപ്പാറ സ്വദേശി ബൈജു എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. തുടർന്ന് ഇയാളുടെ പുരയിടത്തിൽ നടത്തിയ തെരച്ചിലിൽ 9 ലിറ്റർ ചാരായവും കണ്ടെത്തി. പ്രതിക്കെതിരെ കേസെടുത്തു. ബൈക്ക് ഉടുമ്പൻചോല എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ആറ്റിങ്ങലിൽ അനൂപ്പാറ ആലയമുക്കിൽ വീട് കേന്ദ്രീകരിച്ച് വ്യാജ വാറ്റ് നടത്തിവന്ന സംഘത്തെ ആറ്റിങ്ങൽ പോലീസ് പിടികൂടി. നെടുങ്കണ്ട സ്വദേശി ബിനു, ഊരുപൊയ്ക സ്വദേശികളായ നിധിൻ രാജ്, ദീപു എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പോലീസ് എത്തിയപ്പോൾ സംഘം വാറ്റിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇവരിൽ നിന്ന് 3 ലിറ്റർ ചാരായവും 80 ലിറ്റർ വാറ്റ് ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ബിനു, നിധിൻ രാജ് എന്നിവർ നിരവധി കേസുകളിലെ പ്രതികളാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നിർമ്മാണം പൂർത്തിയാകാത്ത വീട്ടിൽ ചാരായം വാറ്റുകയായിരുന്ന 2 പേർ കൊട്ടാരക്കര എക്സൈസിന്റെ പിടിയിൽ. നെടുവത്തൂർ സ്വദേശികളായ അനൂപ്, ബാബു എന്നിവരാണ് പിടിയിലായത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 300 ലിറ്റർ കോട, 30 ലിറ്റർ ചാരായം, 40 ലിറ്റർ സ്പെൻ വാഷ്, വാറ്റുപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബോട്ടുകൾക്ക് 52 ദിവസത്തേക്കാണ് മത്സ്യബന്ധനത്തിന് നിരോധനമുള്ളത്. ലോക്ഡൌൺ ദുരിതത്തിലും ഇന്ധന വിലവർദ്ധനവിലും ബുദ്ധിമുട്ടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധന കാലത്ത് സർക്കാർ സഹായമാണ് ഏക പ്രതീക്ഷ. ലോക്ഡൌൺ പ്രതിസന്ധിയും ചുഴലിക്കാറ്റ് വിതച്ച നാശനഷ്ടങ്ങളും കുതിച്ചുയരുന്ന ഇന്ധനവിലയും ഇതിനൊക്കെ പിന്നാലെയാണ് ഇന്നു മുതൽ 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം. ചരിത്രത്തിലില്ലാത്ത വിധം പ്രതിസന്ധിയെയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്നത്. മത്സ്യങ്ങളുടെ പ്രജനന കാലമായി പരിഗണിക്കുന്നതിനാൽ ട്രോളിംഗ് നിരോധനം ഒഴിവാക്കാനാവില്ല. അതേസമയം ഇതിൽ 15 ദിവസമെങ്കിലും ഒഴിവാക്കി കിട്ടണമെന്നാണ് ബോട്ടുടമകളുടെ ആവശ്യം. മത്സ്യബന്ധന മേഖല പട്ടിണിയിലാണ്, കടുത്ത പ്രതിസന്ധിയിലാണ്. ഇതിലെല്ലാത്തിലും ഉപരി 1 ലിറ്റർ ഡീസലിന് 92 രൂപ 4 പൈസ ഇന്ന് വിലയായിരിക്കുകയാണ്. അപ്പോൾ ഡീസൽ ഉപയോഗിച്ച് ഈ മത്സ്യബന്ധനം നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. 4200-ലധികം വരുന്ന ട്രോളിംഗ് ബോട്ടുകൾ അർദ്ധരാത്രി മുതൽ നിശ്ചലമാകും. അയൽ സംസ്ഥാനത്തെ ബോട്ടുകൾ നിരോധനത്തിന് മുമ്പ് തന്നെ തീരം വിട്ടുപോകണമെന്നാണ് നിർദ്ദേശം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. 12 നോട്ടിക്കൽ മൈൽ പ്രദേശത്താണ് ജൂലൈ 31 വരെയുള്ള നിരോധനം. സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം. പുറംകടലിലേക്ക് പോയ ബോട്ടുകൾ കരയ്ക്കെത്തിയതോടെ GPS, എക്കോ സൗണ്ടർ, വയർലെസ് വലകൾ തുടങ്ങി ഉപകരണങ്ങളെല്ലാം ഇളക്കി മാറ്റി. നിരോധന കാലത്ത് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും ശക്തമായ പരിശോധന നടത്തും. ന്യൂസ് 18 കൊല്ലം.
സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ മഴ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ എന്നിവ ഒഴികെ 11 ജില്ലകളിലും വെള്ളിയാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച മുതൽ കാലവർഷം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കോതമംഗലം തൃക്കാരിയൂരിൽ ശക്തമായ മഴയിൽ വീട് തകർന്നു. തൃക്കാരിയൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയുടെ ഭാഗത്ത് താമസിക്കുന്ന പയ്യനമഠത്തിൽ ജയന്തി കൃഷ്ണമൂർത്തിയുടെ വീടാണ് തകർന്നത്. തൊട്ടടുത്ത വീടിന് ഭാഗികമായി തകരാർ സംഭവിക്കുകയും ചെയ്തു. വീട് തകർന്നു വീണതോടെ ഉൾഭാഗം മുഴുവൻ വിണ്ടുകീറി. കോഴിക്കോട് മുക്കം നഗരസഭയിലെ റോഡുകളിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും മരച്ചില്ലകളും മുറിച്ചു മാറ്റി തുടങ്ങി. കോടതിയുടെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും നിർദ്ദേശപ്രകാരമാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. ഇതിന്റെ ഭാഗമായി മുക്കം നഗരസഭാ ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി. 15ഓളം മരങ്ങൾ പൂർണ്ണമായി വെട്ടിമാറ്റും. 27ഓളം മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റാനുമാണ് തീരുമാനം. ഗുരുവായൂർ കസ്തൂർബ ബാലികാ സദനത്തിനും പ്രദേശവാസികൾക്കും ഭീഷണി ഉയർത്തിയിരുന്ന 4 മരങ്ങൾ മുറിച്ചു നീക്കി. ഏറെ നാളത്തെ നിവേദനങ്ങൾക്കൊടുവിൽ സ്ഥലമുടമയെ കണ്ടെത്തി വാർഡ് കൗൺസിലറുടെ സാന്നിധ്യത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത്. മരങ്ങളുടെ ചില്ലകൾ വീണ് വൈദ്യുതി ബന്ധം തകരാറിലാകുന്നത് പതിവായിരുന്നു. മരങ്ങൾ ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലുമായിരുന്നു. ഇതേ തുടർന്നാണ് മരം മുറിച്ചു നീക്കിയത്. 4 ഭീമൻ പൂളമരങ്ങൾ നിന്നിരുന്നത് തുടർച്ചയായി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് വന്നതാണ്. ഈ പൂളമരങ്ങൾ സമീപവാസികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇതിനടുത്തുള്ള ബാലികാ സദനത്തിലെ കുട്ടികളുടെ ജീവനും ഭീഷണിയായിരുന്ന ഒരവസ്ഥയിലായിരുന്നു. കോതമംഗലം വടാട്ടുപാറയിലെ കാട്ടാനശല്യത്തിൽ പരിഹാരമില്ല. ഇതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തെ കർഷകർ. കോതമംഗലം താലൂക്കിലെ വിവിധയിടങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. കുട്ടമ്പുഴ പഞ്ചായത്ത് വടാട്ടുപാറയിൽ നിരവധി കർഷകരുടെ കൃഷിയിടമാണ് കൂട്ടമായി എത്തുന്ന ആനകൾ നശിപ്പിച്ചത്. ഇതുമൂലം വലിയ ബുദ്ധിമുട്ടിലാണ് കർഷകർ. കഴിഞ്ഞ ദിവസം തുണ്ടം റേഞ്ച് പരിധിയിൽ 6 ആനകളാണ് ജനവാസ മേഖലയിൽ നാശം വിതച്ചത്. ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. എൻ്റെ 1 ഏക്കർ വരുന്ന ഈ സ്ഥലത്ത് കാലങ്ങളെന്ന് വർഷങ്ങളായി, ഇപ്പോൾ ഒരു 3-4 വർഷങ്ങളായിട്ട് സ്ഥിരം വന്നു പോകുന്നൊരു ഇതാണ് ഉണ്ടായിട്ടുള്ള ആനയുടെ. അതിനുവേണ്ടി ഞാനും വലിയ സ്ട്രോങ് ആയിട്ട് കയ്യിലൊക്കെ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും ആനയ്ക്ക് ഇതൊന്നും ഒരു സ്ട്രോങ് അല്ല. കൊക്കോ, അടയ്ക്കാമരം, തെങ്ങ്, റബ്ബർ, വാഴ തുടങ്ങിയ വിളകളെല്ലാം കാട്ടാനക്കൂട്ടം നശിപ്പിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇതുമൂലം സംഭവിക്കുന്നത്. നിരന്തരമായിട്ട് ഇവിടെ ആനശല്യം ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. കുറേ കാലമായിട്ട് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ ആന ഇറങ്ങി വന്ന് ഈ വീടിൻ്റെ പരിസരത്ത് വന്നിച്ച് കൃഷികളൊക്കെ നശിപ്പിക്കുക, അതുപോലെ ദേഹണ്ണങ്ങളെല്ലാം നശിപ്പിക്കുക, ഇതെല്ലാം ആനയുടെ ഒരു സ്വഭാവമായിട്ട് മാറിയേക്കുക. ഞങ്ങൾക്ക് ഭയമായിട്ട് ഇവിടെ കിടക്കാൻ പോലും പാടില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ കിടക്കുന്നവരാണ് ഇവിടെ ഈ പരിസരവാസികളെല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടൊന്നും വാസയോഗ്യമായ വീടൊന്നുമല്ല. ഒരു തള്ളു തള്ളിയാൽ വീടൊക്കെ മറിഞ്ഞ് താഴെ വീഴും. കൃത്യമായി നഷ്ടപരിഹാരം കൂടി കിട്ടാതായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. പ്രദേശത്ത് വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കോതമംഗലം. ഇറച്ചി, മുട്ട, കോഴി കർഷകർ പ്രതിസന്ധിയിൽ. ഇറച്ചി കോഴിത്തീറ്റയുടെ വിലവർധനവും മുട്ടക്കോഴിത്തീറ്റ ക്ഷാമവുമാണ് കോഴി വളർത്തലിന് തടസ്സമാകുന്നത്. ഇറച്ചിക്കോഴിത്തീറ്റയുടെ വില 29 നിന്ന് 42ലേക്കും മുട്ടക്കോഴിത്തീറ്റ വില 20 നിന്ന് 30ലേക്കുമാണ് ഉയർന്നത്. മുട്ടക്കോഴികൾക്കുള്ള തീറ്റക്ഷാമത്തിന് കാരണം പൂഴ്ത്തിവെക്കലാണെന്നും കർഷകർ ആരോപിക്കുന്നു. കോഴിത്തീറ്റ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലിറക്കാനും സ്വകാര്യ മേഖലയിൽ നിന്ന് ടെൻഡർ ക്ഷണിക്കുന്നതിനു പകരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിച്ചാൽ പ്രതിസന്ധിക്ക് പരിഹാരമാവുമെന്നും കർഷകർ വ്യക്തമാക്കുന്നു. ഈ ആവശ്യം പലപ്പോഴും സർക്കാരിന് മുന്നിൽ നിവേദനമായി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായില്ല. ഇറച്ചിക്കോഴിത്തീറ്റയ്ക്കുള്ള വിലവർധനയും മുട്ടക്കോഴിത്തീറ്റയുടെ ക്ഷാമവും പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. കേരളത്തിലെ പൗൾട്രി മേഖല അതീവ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടയ്ക്കാണ് കൂനിന്മേൽ കുരു എന്ന പോലെ ഫീഡ് ലഭ്യമല്ല, കർഷകർക്ക് കൃത്യമായി ഫീഡ് കിട്ടാത്ത ഒരു സാഹചര്യം. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ തന്നെ 1 കിലോ ഫീഡിൻ്റെ പുറത്ത് 10 മുതൽ 12 രൂപയുടെ വിലവർധനമാണ് ഇറച്ചിക്കോഴിയുടെ ഫീഡിന് വിലവർധനമുണ്ടായത്. അതുപോലെ മുട്ടക്കോഴിയുടെ ഫീഡിന് 10 രൂപ വിലവർധനവും 20 കടന്ന് 30 രൂപയിലേക്ക് വന്നു. ഇതെല്ലാം കാരണം ലക്ഷക്കണക്കിന് കർഷകർ പ്രതിസന്ധിയിലാണ്. കോഴിത്തീറ്റ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. അസംസ്കൃത വസ്തുക്കൾക്കുണ്ടായ ക്രമാതീതമായ വിലവർധന തടയാൻ സോയാബീൻ പോലെയുള്ള വസ്തുക്കളുടെ കയറ്റുമതി നിർത്തിവെക്കണമെന്നും കർഷകർ പറയുന്നു. ന്യൂസ് 18 കായംകുളം.
കാടിനും ഇഴജന്തുക്കൾക്കും നടുവിൽ പ്രവർത്തിക്കുകയാണ് ഇടുക്കിയിലെ ഒരു സർക്കാർ ഓഫീസ്. രാജകുമാരി സബ് രജിസ്ട്രാർ ഓഫീസാണ് കാട് കയറി ഇഴജന്തുക്കളുടെ ആവാസസ്ഥലമായി മാറിയിരിക്കുന്നത്. ഇതുമൂലം പ്രദേശവാസികളും ദുരിതത്തിലാണ്. വർഷങ്ങളായി രാജകുമാരി നോർത്തിൽ പ്രവർത്തിച്ചു വരുന്ന സബ് രജിസ്ട്രാർ ഓഫീസിനാണ് ഈ ദുരവസ്ഥ. കാലപ്പഴക്കം ചെന്ന കെട്ടിടം കാട് കയറിയതോടെ ഇഴജന്തുക്കളുടെ ആവാസ സ്ഥലമായി മാറി. ലോക്ക്ഡൌണിനെ തുടർന്ന് ആളനക്കമില്ലാതായതോടെ ഇഴജന്തുക്കളുടെ ശല്യവും കൂടി. ഇതോടെ ഭയന്നാണ് പ്രദേശവാസികൾ കഴിയുന്നത്. എന്താണെന്നറിയില്ല, ഇവിടെ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഉദ്യോഗസ്ഥരൊന്നും ഇത് ക്ലീൻ ചെയ്ത് കാണുന്നില്ല. മൊത്തം കാട് കയറി മൂടപ്പെട്ട് ഞങ്ങൾ പ്രദേശവാസികളായ ആളുകൾക്ക് അതിൽ ഇഴജന്തുക്കളുണ്ട്. അത് പേടിയോടുകൂടിയാണ് ഞങ്ങൾ റോഡിൽ കൂടെ നടക്കുന്നത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ഭൂമി സംബന്ധമായ നിരവധി രേഖകളുള്ള ഈ സർക്കാർ സ്ഥാപനം യാതൊരു സുരക്ഷിതത്വവുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് സബ് രജിസ്ട്രാർ ഓഫീസ് കാടുകയറി നശിക്കുവാൻ കാരണമെന്നാണ് ആരോപണം. മഴക്കാലമാവുന്നതോടെ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാതെയാകും. ന്യൂസ് 18 രാജകുമാരി. കരിപ്പൂർ പാലക്കപ്പറമ്പിൽ വിമാനത്താവള അതോറിറ്റിയുടെ സ്ഥലത്ത് രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ജനവാസ മേഖലയായതിനാൽ നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കരിപ്പൂരിൽ വിമാനാപകടം നടന്ന സ്ഥലത്തിന് സമീപം എയർപോർട്ട് അതോറിറ്റിയുടെ കൈവശമുള്ള പാലക്കപ്പറമ്പിലാണ് മാലിന്യം തള്ളുന്നത്. രാത്രികാലങ്ങളിലാണ് മാലിന്യ നിക്ഷേപം. രാത്രി ആയാലും ആൾക്കാരൊക്കെ ഇവിടെ മാറി നിന്നിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വരണം പോകണമെന്ന് കാണുന്നില്ല. വണ്ടി ഇങ്ങനെ പോവും, ആൾക്കാരിങ്ങനെ പോവും, അത്രേ ഉള്ളൂ. അതെന്താണ് ഈ കാട്ടിൻ്റെ മറിവിലൊക്കെ ആൾക്കാർ നിന്നാൽ ഞങ്ങൾക്ക് എവിടെയാണ് അത് ഏതാളാണ് അറിവുള്ള ആളും അറിവില്ലാത്ത ആളും ഒക്കെ ഉള്ള വഴി പോകുന്നുണ്ട്. ഇതോടെ ഇവിടുത്തുകാർക്ക് ദുർഗന്ധം മൂലം ജീവിക്കാനാകാത്ത അവസ്ഥയാണ്. ഈ മാലിന്യ കൂമ്പാരങ്ങളിൽ വരുന്ന അഗാധമായിട്ടുള്ള ഈ സ്മെല്ലുകൾ, അതേമാതിരി കൊതുകുകൾ, ഈ തെരുവ് നായ്ക്കളുടെ ശല്യങ്ങൾ, ഇതേമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഇതേമാതിരിയുള്ള പ്രദേശവാസികൾ അനുഭവിക്കപ്പെടുന്നുണ്ട്. മാലിന്യം പറവകൾ കൊത്തി കിണറുകളിൽ ഇടുന്നത് മൂലം വെള്ളവും മലിനമാകുന്നു. ചാക്കുകളിലും അല്ലാതെയുമാണ് മാലിന്യം വലിച്ചെറിയുന്നത്. ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ട് നിറച്ചുകൊണ്ട് ഇവിടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മുഴുവൻ കിണറുകളും മാലിന്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. തള്ളിയ മാലിന്യം പല ഭാഗങ്ങളിലായി കൂടിക്കിടക്കുകയാണ്. പ്രദേശത്ത് കൊതുക് ശല്യവും രൂക്ഷമാണ്. തെരുവ് നായകളും മാലിന്യക്കൂനയ്ക്ക് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാർ പരാതിപ്പെട്ടതോടെ നഗരസഭാ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. എയർപോർട്ട് അതോറിറ്റിയുടെ സ്ഥലമായതുകൊണ്ട് എയർപോർട്ട് അതോറിറ്റിയായിട്ട് നാളെ തന്നെ ഞങ്ങൾ അതിനുള്ള ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ട് നാളെ തന്നെ ഞങ്ങൾ എയർപോർട്ട് അതോറിറ്റിക്ക് കത്ത് കൊടുക്കുകയും അതിനുള്ള നടപടി എടുക്കുകയും ചെയ്യും. കുറ്റക്കാരെ കണ്ടെത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കരിപ്പൂർ. നീരൊഴുക്കിന്റെ ദിശ മാറിയതോടെ കായംകുളം കരിപ്പുഴ തോടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നു. കായംകുളം പാർക്ക് ജംഗ്ഷനിലെ പുതിയ പാലം നിർമ്മാണമാണ് നീരൊഴുക്കിന്റെ ഗതി മാറാൻ കാരണമായത്. തോടിന്റെ വശങ്ങളിലെ തിട്ടയിടിഞ്ഞത് പാർക്ക് മൈതാനിക്കും സമീപത്തെ ബഹുനില കെട്ടിടത്തിനുമാണ് ഭീഷണിയായത്. മഴ കനത്തതോടെ തോട്ടിലെ നീരൊഴുക്ക് ശക്തമായതാണ് കാരണം. പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. പുതിയ പാലത്തിനായുള്ള അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം തോട്ടിലേക്ക് ഇറക്കി നിർമ്മിച്ചതാണ് നീരൊഴുക്കിന്റെ ശക്തി വർദ്ധിക്കാൻ കാരണം. മഴ കനത്തതോടെ ജലനിരപ്പ് ഉയർന്നത് ഒഴുക്കിനും ശക്തി കൂട്ടി. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ സ്ഥിതി ഗുരുതരമാകും. അതിഭയങ്കരമായ ഒഴുക്കുള്ള സമയത്ത് ആ മണ്ണിടിഞ്ഞ് ഒരു 10-50 മീറ്റർ നീളത്തിലെ തിട്ട ഇടിഞ്ഞും തോട്ടിലേക്ക് മറിഞ്ഞിരിക്കുകയാണ്. തൊട്ടപ്പുറത്താണ് പാർക്ക് മൈതാനത്തിലെ സ്റ്റേജ്. ആ സ്റ്റേജിന് തൊട്ടടുത്താണ് ഒരു ട്രാൻസ്ഫോമർ. ആ ട്രാൻസ്ഫോമറിൻ്റെ പടിഞ്ഞാറപ്പുറമാണ് ഒരു വലിയ ബിൽഡിങ്. ഈ മൂന്നിനും വലിയ നാശം സംഭവിക്കാൻ 6 മാസത്തിനകം വലിയ സംഭവിക്കും. നമ്മുടെ പാർക്ക് മൈതാനത്തിൻ്റെ സ്റ്റേജ് സഹിതം ഇടിഞ്ഞു പോകാനുള്ള സമയമായി. അടിയന്തരമായിട്ട് ഇതിന് ഇറിഗേഷനും ഗവൺമെൻറ്റും നഗരസഭയും എല്ലാം ഇടപെട്ടില്ലെങ്കിൽ MLA കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിന് പോംവഴി കാണാനൊക്കത്തുള്ളൂ. ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഇതിനോട് ചേർന്നുള്ളത്. അപകടകരമായ സാഹചര്യം ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട്. ജലസേചന വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. എന്നാൽ അപകട സാഹചര്യം ഒഴിവാക്കാനുള്ള അടിയന്തര ഇടപെടലുകൾ വേണമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കായംകുളം. വാക്സിൻ ചലഞ്ച് എന്ന് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. എന്നാൽ ആംബുലൻസ് ചലഞ്ച് എന്ന് കേട്ടവർ വളരെ കുറവായിരിക്കും. കണ്ണൂരിലെ ചെറുപുഴ പഞ്ചായത്ത് നടത്തിയ ഒരു ആംബുലൻസ് ചലഞ്ചിനെ കുറിച്ചാണ് ഇനി നാട്ടുവർത്തമാനത്തിൽ. കോവിഡ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയ സമയം. രോഗികളുമായി പോകുന്ന ഡ്രൈവർമാരും ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ. ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നായി ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ ചിന്ത. ഉടൻ തന്നെ ജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർത്തു.
50,000 രൂപ കൊടുത്ത് ഒരു പഴയ ഓംനി വാൻ വാങ്ങാമെന്നായി ചിലർ. ജനകീയ സഹകരണത്തോടെ ഒരു പുതിയ ആംബുലൻസ് വാങ്ങിയാലോ എന്നായി മറ്റു ചിലർ. ഒടുവിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്ത് പുതിയ ആംബുലൻസ് വാങ്ങാൻ തീരുമാനമായി. ആംബുലൻസ് ചലഞ്ച് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളിത് എത്ര പൈസ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. എന്തായാലും ഒരു വണ്ടി, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയെങ്കിലും വാങ്ങാനുള്ള പൈസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആംബുലൻസ് ചലഞ്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ സഹായഹസ്തവുമായി ഒട്ടേറെ സംഘടനകളും വ്യക്തികളും രംഗത്തെത്തി. 15 ദിവസം കൊണ്ട് 16 ലക്ഷത്തോളം രൂപയാണ് ചലഞ്ച് വഴി കിട്ടിയത്. ഞങ്ങളുടെ മുന്നിൽ ഓംനിയോ ആംബുലൻസ് എന്നുള്ളതല്ല, അവിടെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകളെ ആശുപത്രി കൊണ്ടുപോകാന്നുള്ള ഒറ്റ ലക്ഷ്യം. അവരെ പാവപ്പെട്ടവരുടെ പ്രയാസം കണ്ട് ഞങ്ങൾ തുടങ്ങി. ഒറ്റ ദിവസം ഇടപെട്ടപ്പോൾ തന്നെ ആളുകൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. നല്ല നിലയ്ക്ക് ഞങ്ങളെ സഹായിച്ചു. ഇതോടെ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ആംബുലൻസ് പഞ്ചായത്ത് മുറ്റത്തെത്തി. ആംബുലൻസ് ചലഞ്ച് വഴി പിരിച്ചു കിട്ടിയ തുകയിൽ നിന്നും വാക്സിൻ ചലഞ്ചിലേക്ക് 1.5 ലക്ഷത്തോളം രൂപ സംഭാവന നൽകി. ആംബുലൻസ് ചലഞ്ചിനോടനുബന്ധിച്ച് ചലഞ്ച് വരുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയാം വാക്സിൻ ചലഞ്ച് കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട MLA വരുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടി ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഈ കിട്ടിയ 16 ലക്ഷം രൂപയിൽ നിന്ന് 50,000 രൂപ ഈ ആംബുലൻസ് ചലഞ്ച് തന്നവരുടെ ഒരു വിഹിതം എന്ന നിലയിൽ വാക്സിൻ ചലഞ്ചിലേക്ക് കൂടി ഇതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. കോവിഡ് തീവ്രത കുറയുന്നതുവരെ തികച്ചും സൗജന്യമായാണ് ചെറുപുഴക്കാർക്ക് ആംബുലൻസ് സേവനം ലഭ്യമാക്കുക. അതിനുശേഷവും നിർധന രോഗികൾക്ക് സൗജന്യ സേവനം നൽകാൻ തന്നെയാണ് ഭരണസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 ആലക്കോട്. നെറ്റ്വർക്ക് 18-ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനി എ ഷോട്ട് ഓഫ് ലൈഫ് ക്യാമ്പയിൻ നമ്മൾ ഓരോരുത്തരെയും കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ മഹാമാരിക്കാലത്തെ നമുക്കൊന്നിച്ച് അതിജീവിക്കാം. ഈ ദൗത്യത്തിനായി തയ്യാറാക്കിയ ആമുഖ ഗാനത്തിലേക്ക്. लगाया क्या? കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18-ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 136 ഗ്രാമങ്ങളിലൂടെ 64,700 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. കോവിഡ് ബാധിതയായ ആദിവാസി യുവതിക്ക് സർക്കാർ ആശുപത്രിയിൽ പ്രസവരക്ഷ നൽകാത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. പാലക്കാട് ജില്ലാ മാതൃശിശു ആശുപത്രിയിലാണ് സംഭവം. യുവതിക്ക് പ്രസവവേദന തുടങ്ങിയിട്ടും ലേബർ റൂമിലേക്ക് മാറ്റാത്തതിനാൽ പുറത്തുണ്ടായിരുന്ന കട്ടിലിൽ കിടന്നാണ് യുവതി പ്രസവിച്ചത്. അട്ടപ്പാടി പാലൂർ ഊരിലെ വെള്ളിങ്കിരിയുടെ ഭാര്യ മാരിയത്താളിനെ പാലക്കാട് മാതൃശിശു ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടാണ് പ്രവേശിപ്പിച്ചത്. രാവിലെ 6 മുതൽ ഇവർക്ക് പ്രസവവേദന അനുഭവപ്പെട്ടെങ്കിലും ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്നാണ് പരാതി. വേദന തുടങ്ങിയതോടെ നേഴ്സുമാരെ വിവരമറിയിച്ചെങ്കിലും ലേബർ റൂമിലേക്ക് മാറ്റാൻ തയ്യാറായില്ലെന്ന് വെള്ളിങ്കിരിയുടെ സഹോദരി മാരി പറഞ്ഞു. വയറുവേദനിച്ചു രാവിലെ 6 മണി തൊട്ട്. അപ്പോൾ ഞാൻ പോയി സിസ്റ്റർമാരെ വിളിച്ചു. അപ്പോൾ വിളിക്കുമ്പോൾ കുറച്ച് നിൽക്കട്ടെ ചേച്ചി, മരുന്ന് കൊടുത്തതല്ലേ, ചിലപ്പോൾ വയറിളകി കിട്ടും. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇതിന് മാസം തികഞ്ഞില്ല, കുട്ടി പ്രസവിക്കില്ല പറഞ്ഞിട്ടാണ് ഞാനിരുന്നത്. രാവിലെ സിസ്റ്റർമാരെ ഒക്കെ പോയി വിളിച്ചു 6 മണി തൊട്ട്. അവരെ നിൽക്കുകയച്ചി ഞങ്ങൾ മരുന്ന് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് അവർ വന്നിട്ടുമില്ല. ഞാൻ 3 പ്രാവശ്യം പോയി വിളിക്കാൻ, അവർ വന്നിട്ടില്ല. നടപടിയില്ലാത്തതിനെ തുടർന്ന് അട്ടപ്പാടിയിലുള്ളവരെ ഇവർ വിവരമറിയിച്ചതിന് നഴ്സുമാർ വഴക്കിട്ടതായും ഇവർ പറയുന്നു. ഇപ്പം എല്ലാവരും എന്നെ ചോദിച്ചു, നീ എന്തിനാ അട്ടപ്പാടി വിളിച്ചു പറഞ്ഞത് അങ്ങനെ പറഞ്ഞു. എനിക്ക് പേടിയാണ്, അവളും കരച്ചിലായി, അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത്. എന്നാൽ ആദിവാസി യുവതിക്ക് വേണ്ട പരിചരണം ലഭിച്ചിരുന്നതായി ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞു മരിച്ചിരുന്നതായും ലേബർ ബെഡിൽ വെച്ച് തന്നെയാണ് യുവതി പ്രസവിച്ചതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് ക്ലാസും പരിപാടികളും നടത്തിയ കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കോവിഡ് പകരാൻ കാരണമെന്ന പരാതിയുമായി രക്ഷിതാക്കൾ. ഇന്നലെ സ്കൂളിലെ 20 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം പ്രത്യേക അനുമതി വാങ്ങിയ ശേഷം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ക്ലാസ് നടത്തിയതെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം ആരംഭിച്ച +2 ക്ലാസുകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയാണ് നടത്തിയതെന്നാണ് പരാതി.
വിദ്യാർത്ഥികൾ മാസ്ക് ധരിക്കാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയും ക്ലാസുകളിൽ പങ്കെടുത്തതാണ് കോവിഡ് പകരാൻ കാരണമെന്ന് രക്ഷിതാക്കൾ പരാതിപ്പെടുന്നു. ഇന്നലെ നടത്തിയ പരിശോധനയിൽ 20 വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ അറിയിച്ചു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. +2 വിദ്യാർത്ഥികൾക്കുള്ള യാത്രയയപ്പ് പരിപാടിയും കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് നടത്തിയതെന്നും ആക്ഷേപമുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു അധ്യാപകന് കോവിഡ് സ്ഥിരീകരിച്ചു. 50-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇതിൽ 25-ലധികം വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങി. ഇവരോട് നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോള് യാതൊന്നും അവിടെ പാലിക്കപ്പെടുന്നില്ല. അവിടെ മാസ്ക് ധരിക്കലോ സാമൂഹ്യ അകലം പാലിക്കലോ അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുന്നതോ ഒന്നും ഇല്ല അവിടെ. അതേസമയം കേന്ദ്ര സർക്കാരിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിയ ശേഷമാണ് ക്ലാസുകൾ നടത്തിയതെന്ന് സൈനിക സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. വിദ്യാർത്ഥികളും അധ്യാപകരും പ്രോട്ടോകോൾ പാലിക്കാനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷമാണ് ക്ലാസ് സംഘടിപ്പിച്ചതെന്നും സ്കൂൾ അവകാശപ്പെടുന്നുണ്ട്. SS ശരൺ, ന്യൂസ് 18, തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.